എനിക്കറിയാം. അവരുടെ ഇടയിലാണ് ഞാൻ ജീവിക്കുന്നത്. രാജിവെച്ചിട്ട് ഞാൻ അവരുടെ ഇടയിൽ തന്നെയാണ്. 30,000-ൽ കുറയാത്ത വോട്ടുകൾ പിണറായി സത്തിനെ ഞങ്ങൾ നിലമ്പൂരിൽ തോൽപ്പിക്കും. ജനങ്ങളതിന് കാത്തിരിക്കുക. ഇപ്പോൾ കേൾക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് ഏതെങ്കിലും നിലക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ചില നീക്കങ്ങൾ പിണറായിയുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നടക്കുന്നുണ്ട്. അതിന് ചില എന്താ പറയുക, ഇന്ത്യയിൽ നടന്ന ഇതുപോലെയുള്ള മാറ്റിവെക്കപ്പെട്ട ഉപതെരഞ്ഞെടുപ്പുകളെ പറ്റി അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ലീഗൽ ഒപ്പീനിയൻ തേടിയിട്ടുണ്ട്. അപ്പോൾ ജനങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കുകയാണ് ഈ വെല്ലുവിളി നടത്തുന്നവർ. അൻവർ പോയിട്ട് രോമം പോയിട്ടില്ല എന്നാണ് ചിലരൊക്കെ പറഞ്ഞത്. അത് രോമാണോ പോയത് തലയാണോ പോയത് എന്നുള്ളത് നമുക്ക് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കാണാം. അത് ജനങ്ങളതിൻ്റെ മറുപടി കൊടുക്കും. അപ്പോൾ നിലമ്പൂരിലെ ജനങ്ങളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് കാത്തിരിക്കുകയാണ്. നമുക്കറിയാം, ബൈപ്പാസ് നിങ്ങൾക്കൊക്കെ അറിവുള്ളതാണ്. നിങ്ങളൊക്കെ നിലമ്പൂരിൽ കൂടെ യാത്ര ചെയ്യുന്നതാണ്. നിലമ്പൂരിൻ്റെ മാത്രം ബൈപ്പാസല്ല, ഈ കേരളത്തിൻ്റെ മുഴുവൻ ബൈപ്പാസാണ്. CNG റോഡ് എന്ന് പറയുന്നത് കർണാടക തമിഴ്നാട്ടിലേക്ക് കടന്നു പോകുന്ന കേരളത്തിലെ അന്തർ സംസ്ഥാന പാതയാണ്. ആ പാതയിലാണ് കഴിഞ്ഞ 18-20 വർഷമായിട്ട് ഒരു ബൈപ്പാസിന് വേണ്ടി ശ്രമിക്കുന്നത്. ഒരു MLA എന്ന നിലക്ക് എന്നെക്കൊണ്ട് ചെയ്യാവുന്ന പരമാവധി ഞാൻ ചെയ്തു, ജനങ്ങൾക്കറിയാം. പക്ഷേ ഇത് തടയിടുകയാണ്. ജില്ലാ ആശുപത്രി 1 ഏക്കർ സ്ഥലം കൂടി ഇല്ലാതെ വികസിപ്പിക്കാൻ ഒരു മാർഗവുമില്ല. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും. മലയോര വിഷയം, മലയോര കർഷകർ അനുഭവിക്കുന്ന വന്യജീവി വിഷയം ഇത് ഉയർത്തിക്കൊണ്ടാണ് UDF ഈ ജാഥ കാസർഗോഡ് നിന്ന് ആരംഭിച്ചത്. സ്വാഭാവികമായിട്ടും ഒരു മലയോര മേഖലയിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എന്നാണ് എനിക്ക് വോട്ട് ചെയ്ത് ജയിപ്പിച്ച എൻ്റെ മണ്ഡലത്തിലെ 70% ഈ വനാതിർത്തി പങ്കിടുന്ന സ്ഥലങ്ങളിൽ ജീവിക്കുന്ന ജനങ്ങൾ വോട്ടർമാരുമാണ്. ഇതിനെ സംബന്ധിച്ചും വലിയ വിഷയത്തിലും പ്രയാസത്തിലാണ് ജനങ്ങൾ. അങ്ങനെ ഒരു ചർച്ച ഉണ്ടായിരുന്നു. അങ്ങനെ ബില്ലിനെ കുറിച്ച് ആർക്കെങ്കിലും അറിയുമായിരുന്നു. അങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് അതിനെത്തിച്ച് കേരളത്തിലെ 3.5 കോടി ജനങ്ങളുടെ ശ്രദ്ധ അതിലേക്ക് കൊണ്ടുവന്ന് ഒരു മലയോര മേഖലയിൽ MLA നിലക്ക് മലയോര കർഷകരുടെ മനുഷ്യരുടെ ജീവൻ രക്ഷിക്കാനാണ് ഞാൻ എൻ്റെ MLA-ഷിപ്പ് ധരിച്ചത്. അത് നിലമ്പൂരിലെ ജനങ്ങൾക്ക് അറിയാം. അതുകൊണ്ടാണ് ഈ പറയുന്ന മനുഷ്യത്വ വിരുദ്ധ ഫോറസ്റ്റ് നിയമ ഭേദഗതി പിൻവലിച്ചത്. അതൊക്കെ ജനങ്ങൾ കണക്കാക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ പ്രതിഫലനം ജനങ്ങൾക്ക് എന്താ ചെയ്യും? മറ്റേ വോട്ടിലൂടെ ചെയ്യുന്നത് അത് നിലമ്പൂരിലെ ബൈ ഇലക്ഷനിൽ പ്രതിഫലിക്കും. അതിനെതിരെ UDF നടത്തുന്ന സമരത്തിൽ പങ്കാളിയാകും. ഇതിനു മുമ്പ് ഞാൻ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് ഈ വന്യജീവികളും വനവുമായി ബന്ധപ്പെട്ട കർഷകരുടെ പ്രശ്നങ്ങളിൽ സത്യസന്ധമായി ആര് സമരം നടത്തിയാലും അതിനെ പിന്തുണക്കുമെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പങ്കെടുക്കലാണ് ഇന്ന് 10 മണിക്ക് ഈ ജാഥയിൽ പങ്കെടുക്കുന്നത്. ഇന്നലെ ലീഗിന്റെ വേദിയിൽ സജീവമായി തന്നെ പങ്കെടുക്കുന്നു, ഇന്ന് കോൺഗ്രസിന്റെ വേദിയിൽ. അങ്ങനെ സജീവമായിട്ട് UDF-ന്റെ ഭാഗമായി ഔദ്യോഗികം അല്ലെങ്കിൽ പോലും ആയി കഴിഞ്ഞിട്ടില്ല. ഇല്ല, അങ്ങനെ പറയണ്ടോ? നമ്മളെന്താ പറഞ്ഞത്? പരിപൂർണമായിട്ടും നിരുപാധിക പിന്തുണയാണ് പിണറായി സത്തെ താഴെറക്കാൻ. ഞാൻ എൻ്റെ MLA പദവി രാജിവെക്കുന്ന ആ സദസ്സിൽ നിലമ്പൂരിലെ ജനങ്ങളോട്, കേരളത്തിലെ 3.5 കോടി ജനങ്ങളോട് പറഞ്ഞ ഒരു വാക്കതാണ്: പിണറായി സഭ അവസാനിപ്പിക്കണം. കാരണം അത്ര വലിയ ദുരിതത്തിലാണ് കേരളത്തിലെ ജനങ്ങളുള്ളത്. ഇനി ഏകദേശം 400-410 ദിവസമാണുള്ളത്. ഈ 410 ദിവസത്തിലെ ഓരോ ദിവസവും ഈ പിണറായി സത്തെ താഴെറക്കാൻ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ ആലോചിക്കുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രവൃത്തി പദത്തിലാണ്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇടതുപക്ഷത്തിന് ഇന്ന് വരെ കിട്ടിയിട്ടില്ലാത്ത തോൽവിയുടെ പ്രഹരം ഈ തെരഞ്ഞെടുപ്പിൽ വരാനിരിക്കുന്ന 2026 തെരഞ്ഞെടുപ്പിലുണ്ടാകും. അതിനെതിരെയുള്ള ആ പ്രഹരത്തിൻ്റെ ആരംഭമായിരിക്കും നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ്. ഈ പ്രവേശനത്തിൻ്റെ അവസാനത്തെ ചവിട്ടുപടിയായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. അങ്ങനെ ഇല്ല, അത് എന്നെ നേരിട്ട് വിളിച്ചത് അദ്ദേഹം തന്നെയാണ്. ഞാനാണ് വയനാട്ടിൽ വെച്ചിട്ട് ഞാൻ അദ്ദേഹത്തെ കണ്ടപ്പോൾ ഇങ്ങനെ ജാഥയുടെ ഒരിക്കൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞത് തന്നെയാണ്. ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ അതൊരു കുറവായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. അവർക്ക് വലിയൊരു കുറവായിട്ട് ഇവിടെ പലരും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എനിക്കുള്ള കാര്യങ്ങൾ ഉള്ളതുപോലെ പറയാൻ യാതൊരു മടി. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ ഈ പറയുന്ന മാനന്തവാടിയിൽ വെച്ച് നീയാന്ന് കാണുമ്പോഴാണ് ഞാൻ പറഞ്ഞത് ജാഥ നിലമ്പൂരിൽ എനിക്കത് പങ്കെടുക്കാൻ താല്പര്യമുണ്ട് എന്ന് പറയുന്നത്. അതിനെന്താ ഞാൻ കൂടിയാലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. അദ്ദേഹം നേരിട്ട് UDF നേതൃത്വമായി കൂടിയാലോചിച്ചിട്ടായിരിക്കുമല്ലോ എന്നെ നിലവിളിച്ച് പറയുന്നത്. നിലമ്പൂരിൽ എന്തായാലും പങ്കെടുക്കും. അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തോട് നന്ദിയുണ്ട്. UDF-നോട് കിടന്നുണ്ട്. ഒരു കുഴപ്പമില്ല.
അങ്ങനെ ഒരു 16 മാസം മുമ്പ് അവിടെ തെരഞ്ഞെടുപ്പ് കിട്ടിന് നടന്നിട്ടില്ല. അങ്ങനെ സംസ്ഥാനത്തെ കൊറോണ കാലം, അന്ന് പേര് പറഞ്ഞത് കൊറോണയായിരുന്നു. കൊറോണ ആയതുകൊണ്ട് വോട്ടിംഗ് നടത്താൻ കഴിയില്ലെന്ന് പറഞ്ഞു. അങ്ങനെ വ്യത്യസ്ത കാരണങ്ങൾ കൊണ്ട് വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പുകൾ നടത്താതിരിക്കാൻ വേണ്ടിയിട്ട് ഭരണകക്ഷിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒക്കെ അപേക്ഷിച്ചിട്ടുണ്ടാകുന്നതും രാജ്യത്തിന് പല ഭാഗത്തും നടന്നിട്ടുണ്ട്. ആ തരത്തിൽ ഏതെങ്കിലും ഒരു തരത്തിൽ ഇപ്പോൾ ഒന്നാമത് കേന്ദ്രവുമായിട്ട് നല്ല ബന്ധമാണല്ലോ. RSS ആണല്ലോ സംസ്ഥാനം ഭരിക്കുന്നത്. RSS തീരുമാനിക്കുന്നതിന് അപ്പുറം തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഒരു ഇന്ത്യ മുന്നോട്ട് പോകാൻ കഴിയില്ല നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം. ആ നിലക്ക് കേന്ദ്ര ഭരണവുമായിട്ടും കേന്ദ്രവുമായിട്ടും കൂടിയാലോചന നടക്കും. സ്വാഭാവികമായിട്ടും വരാനിരിക്കുന്ന 2026 തെരഞ്ഞെടുപ്പിലെ ഇവിടുത്തെ മുന്നണി എന്ന് പറയുന്നത് ഈ പറയുന്ന RSS, BJP, CPM എന്ന് ആളുകൾ ഇപ്പം എന്താ പച്ചയായി ആളുകൾക്ക് മനസ്സിലാക്കി തുടങ്ങി. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ തെരഞ്ഞെടുപ്പിൽ അവർ ഒരുമിച്ച് നീങ്ങാൻ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്ന സ്ഥിതിക്ക് ഈ തെരഞ്ഞെടുപ്പ് CPM ദോഷം ചെയ്യുമെങ്കിൽ ആ തെരഞ്ഞെടുപ്പിനെ നടത്താതെ എഴുതി കൊടുക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? RSSനും BJPക്കുമാണ്. ആ നിലയ്ക്കുള്ള ഡിസ്കഷൻസും നടക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. താങ്കൾ ഇന്നലെ യൂറോപ്പിലെ അനുഭവപരമായ സമീപനമാണ്. അതേസമയത്ത് മുന്നണി ലഭിക്കുമ്പോൾ അത് തൃണമൂൽ കോൺഗ്രസിനെയാണല്ലോ, പാർട്ടിയാണല്ലോ എടുക്കേണ്ടത്. അപ്പം അതിൽ ചില കോംപ്ലിക്കേഷൻ വരുമെന്ന് തോന്നുന്നുണ്ടോ? എനിക്കങ്ങനത്തെ ഒരു കോംപ്ലിക്കേഷൻ വരുമെന്ന് തോന്നുന്നു. ഇതിനെന്ത് കോംപ്ലിക്കേഷനാണ്? ഇന്ത്യയിലെ തമിഴ്നാട്ടിലായിരിക്കാനും ഇവിടെ നമുക്കെല്ലാവർക്കും അറിയില്ല. നിലമ്പൂരിൽ നിന്ന് 20 കിലോമീറ്റർ പോയ തമിഴ്നാട്. അവിടെ കോൺഗ്രസും CPM ഒരുമിച്ചല്ലേ മത്സരിക്കുന്നത് എല്ലാ മണ്ഡലങ്ങളിലും. എത്ര സംസ്ഥാനാടിസ്ഥാനത്തിൽ കാര്യങ്ങൾ നടക്കുന്നു. അതിലൊന്നും ഒരു വിഷയമില്ല. തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ദീദി മമതാ ബാനർജി പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ. RSSനെതിരെയും വർഗീയതയ്ക്കെതിരെയും CPMന്റെ കിരാത രാഷ്ട്രീയത്തിനെതിരെയും വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം നടക്കണം. അതിന് കോൺഗ്രസുമായും UDFുമായും ചേർന്നാണ് പോകുന്നത് ഗുണകരമെങ്കിൽ അങ്ങനെ നിങ്ങൾ പോകണം, അവരുമായി സഹകരിക്കണം എന്നാണ് നമുക്ക് കേന്ദ്രത്തിൽ കിട്ടിയിട്ടുള്ള നിർദ്ദേശം. പിന്നെ അതിലെന്താ വിഷയം? അതായത് ഉപതെരഞ്ഞെടുപ്പ് ഒഴിവായി കിട്ടാൻ RSSന്റെ സഹായം സർക്കാർ തേടിയിട്ടുള്ളതാണ്. അതെ, RSSന്റെ സഹായത്തോടു കൂടി ഇലക്ഷൻ കമ്മീഷനെ സ്വാധീനിക്കാൻ വലിയ ശ്രമവും ചർച്ചയും നടക്കുന്നുണ്ട്. അത് നാളെ ആരെങ്കിലും കോടതിയിൽ ഈ ആവശ്യമായി പോയാൽ സ്വാഭാവികമായിട്ടും കോടതിയിൽ പോകും. കോടതിയിൽ ഞാൻ നിലമ്പൂരിൽ തന്നെ ഈ പറയുന്ന പല സാമൂഹിക സംഘടനകളുമായിട്ട് ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട്. ഇതിങ്ങനെ നെട്ടിക്കൊണ്ടുപോവുകയാണെങ്കിൽ 30 ദിവസത്തിനുള്ളിൽ തീരുമാനമുണ്ടായില്ലെങ്കിൽ ജനങ്ങളിൽ നിന്ന് ഒപ്പ് ശേഖരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കാൻ നിലമ്പൂരിലെ വോട്ടർമാർ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെ കൗണ്ടർ ചെയ്യാൻ അതിൻ്റെ ഒരു മറുഭാഗം ജനങ്ങൾ ആലോചിക്കുന്നുണ്ട്. അന്ന് ആദ്യത്തിൽ മുനിസിപ്പാലിറ്റി എതിരായിരുന്നു. പിന്നീട് LDFന് മുനിസിപ്പാലിറ്റി അധികാരത്തിൽ വന്നു. അവരുടെ ഇടപെടൽ പാടുകയായിട്ട് മുനിസിപ്പാലിറ്റി അതിന് തീരുമാനമെടുത്ത് സർക്കാരിലേക്ക് ആ തീരുമാനം അറിയിച്ചിട്ടുണ്ട്. നിലമ്പൂരിൽ മാത്രമല്ല, ഇവിടെ തമിഴ്നാട് ഗൂഡല്ലൂർ തൊട്ട് വണ്ടൂർ, എടവണ്ണ തുടങ്ങിയിട്ടുള്ള മുഴുവൻ സ്ഥലങ്ങളിലെയും ജനങ്ങൾ വരുന്ന ആയിരക്കണക്കിന് ആദിവാസികളും ദളിതരും വരുന്ന ഒരു ആശുപത്രിയിൽ സർക്കാർ കേന്ദ്ര ഫണ്ടുണ്ട്. 25 കോടി രൂപ ഇപ്പോൾ കിടക്കുകയാണ്. 1 ഇഞ്ച് സ്ഥലമല്ല. അതിനൊരു ഇത്തിരി ഭൂമി വിട്ടുതരാൻ അവർ തയ്യാറായിട്ടില്ല. എന്താ കാരണം? ഇത് MLAയുടെ അഡ്രസ്സിൽ വരും. ബൈപ്പാസ് തുറന്നാൽ അത് MLAയുടെ അഡ്രസ്സിൽ വരും. അതിനെ തടയിടാനുള്ള CPMന്റെ ജില്ലാ കമ്മിറ്റിയുടെ ഇടപെടൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുള്ളതാണ്. ഇതൊക്കെ അവിടുത്തെ ജനങ്ങൾക്കറിയാം. ഇതിനൊക്കെ ഒരു തിരിച്ചടിയായിട്ടാണ് തെരഞ്ഞെടുപ്പ്. തുടക്കത്തിൽ ഒരു അകലമാണ് UDF വെച്ചിരുന്നത്. പക്ഷെ കുറേശ്ശെ അത് മാറി വരുന്നു. പ്രത്യേകിച്ച് മലയോര ജാഥ പോലെയുള്ള സമരത്തിൽ പങ്കാളികളാക്കുന്നു. അപ്പോൾ അതിൽ സന്തോഷമുണ്ട്. സന്തോഷമുണ്ട്, സ്വാഭാവികമല്ല. ഒരു സ്വാഭാവികമായ പ്രോസസ്സിന്റെ ഭാഗമാണല്ലോ. രാവിലെ അൻവറിനെ അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസിനെ UDF എടുക്കാൻ അവർക്ക് തീരുമാനിക്കാൻ കത്ത് കൊടുക്കാൻ ബഹുമാനപ്പെട്ട നേതാക്കൾ ആവശ്യപ്പെട്ടതിനടുത്ത് കത്ത് കൊടുത്തിട്ട് 4-5 ദിവസമായിട്ടുള്ളൂ, ഒരാഴ്ചയായിട്ടില്ല. അതിനുശേഷം UDF ചേർന്നിട്ടില്ല. ഇനി 1-2 യോഗങ്ങൾ UDF ചേരേണ്ടി വരും. അതിൻ്റെ മുകളിൽ ചർച്ചകളുണ്ടാകും. ഞാൻ നിരുപാധിക പിന്തുണയാണ് കൊടുത്തത്. ആ നിരുപാധിക പിന്തുണ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ പറയുന്ന ഇന്നത്തെ സമരജാഥയിലൊക്കെ പങ്കെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ. കാരണം എൻ്റെ ഒരു നിയമസഭാ സാമാജികത്വം ജനങ്ങൾക്ക് സമർപ്പിച്ചത് കൊണ്ട് ഇവിടെ ഒരു വലിയ മാറ്റത്തിൻ്റെ തുടക്കം, പിണറായിസത്തിന് ഒരു അറുതി, ഈ പറയുന്ന ഫോറസ്റ്റിന്റെ നിയമ ഭേദഗതി എന്തുകൊണ്ടാണ് പിൻവലിച്ചത്? അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.